Hi friends, welcome back to our channel. Today we are discussing about past adjustments. Sometimes after closing the books of accounts, it is discovered that some errors or omissions have crept into the books of accounts. Usually these relate to the interest on capital, interest on drawings, or division of profit in the wrong proportion, etc. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് തയ്യാറാക്കിയതിന് ശേഷം ചില തെറ്റുകൾ അല്ലെങ്കിൽ ചില പോരായ്മകൾ ഉണ്ടാവാറുണ്ട്. ഇത് പ്രധാനമായും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റിലെ വീതം വെപ്പിലുള്ള മിസ്റ്റേക്കുകൾ എന്നിവ ആയിരിക്കാം. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിലായിട്ട് ഇത് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഒന്ന്, ഇത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കിയിട്ട് ട്രീറ്റ് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാക്കി ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രി എഴുതിക്കൊണ്ടും ഇത് പരിഹരിക്കാം. ഏതായിരുന്നാലും നമുക്ക് ഇത് വിശദമായി 3 പ്രോബ്ലം ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതിലൂടെ കുറേയും കൂടിയും ഭംഗിയായി നമുക്ക് പഠിക്കാം. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പ്രവേശിക്കാം. വർക്കൗട്ട് ദ എമൗണ്ട് ഓഫ് ഒമിറ്റഡ് ഐറ്റംസ് വിച്ച് ആർ ടു ബി ക്രെഡിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഐറ്റം, ഉദാഹരണമായി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കമ്മീഷൻ, സാലറീസ് ടു പാർട്ട്നേഴ്സ് എക്സെട്ര, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഐറ്റം വിട്ടുപോയി കഴിഞ്ഞാൽ താഴെ കാണുന്ന ജേണൽ എൻട്രി ആയിരിക്കും ഇവിടെ എഴുതേണ്ടത്. ജേണൽ എൻട്രി ഇങ്ങനെയാണ്: പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ചില സന്ദർഭത്തിൽ ക്യാപിറ്റൽ അക്കൗണ്ട് കാണുന്ന സമയത്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടാവില്ല. നമുക്കറിയാം, ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റലാണ് തന്നതെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ഇവിടെ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്, അതിനോടൊപ്പം ഡ്രോയിങ്സ് ആഡ് ചെയ്ത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ലെസ് ചെയ്ത് അതിൽ നിന്നും അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ലഭിക്കും. ഈ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്തതായി, വർക്കൗട്ട് ദ എമൗണ്ട് ഓഫ് ഒമിറ്റഡ് ഐറ്റംസ് വിച്ച് ആർ ടു ബി ഡെബിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള ഏതെങ്കിലും ഒരു ഐറ്റമാണ് വിട്ടു പോകുന്നതെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഇനി പറയുന്നത്. ജേണൽ എൻട്രി ഇങ്ങനെയാണ്: പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കിയതിന് ശേഷം പ്രോഫിറ്റാണ് ലഭിക്കുന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും, ലോസാണ് ലഭിക്കുന്നതെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നും ജേണൽ എൻട്രി നൽകേണ്ടതാണ്. കുറേയും കൂടി വ്യക്തമാവുന്നതിന് വേണ്ടി നമുക്കൊരു പ്രോബ്ലം പരിഗണിക്കാം. A and B are equal partners. Their capital as on April 1, 2015 were rupees 60,000 and rupees 1 lakh respectively. After the accounts for the final year ending March 31st, 2016 have been prepared, it is discovered that interest at the rate of 6% per annum, as provided in the partnership deed, has not been credited to the പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ബിഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. ഈ പ്രോബ്ലത്തിൽ എ, ബി എന്നീ 2 പേര് പാർട്ട്നേഴ്സാണ്. ഇവരുടെ ക്യാപിറ്റൽ, എയുടെ ക്യാപിറ്റൽ 60,000, ബിയുടെ ക്യാപിറ്റൽ 1,00,000 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകാൻ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എന്ന് നോക്കാം. ആദ്യമായി ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തെന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈക്വൽ ടു 60,000 ഇൻറ്റു 6/100 അവ 3,600 ആണ് എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ശേഷം ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാം. ബീസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈക്വൽ ടു 1 lakh ഇൻറ്റു 6/100 ഈക്വൽ ടു 6,000 എന്ന് ലഭിക്കുന്നു. ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 9,600. ഇവിടെ ഈക്വൽ പാർട്ട്നേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്
ഈ ഈക്വൽ പാർട്ട്നേഴ്സ് 9600-നെ തുല്യമായി രണ്ട് പാർട്ട്നേഴ്സിനും വീതിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അഥവാ 4800 വെച്ച് രണ്ട് പേർക്കും വീതിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലൂടെ തയ്യാറാക്കുന്ന ശ്രദ്ധിക്കൂ. ഇവിടെ ഒമിറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റം ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. അതുകൊണ്ട് തന്നെ ജേണൽ എൻട്രി ഇങ്ങനെ ആയിരിക്കും: പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു എസ് ക്യാപിറ്റൽ ബീസ് ക്യാപിറ്റൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 9600, ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത്രയാണ്. അതിൽ എയുടെ ക്യാപിറ്റലായി നൽകേണ്ടത് 3600-ഉം ബിയുടെ ക്യാപിറ്റൽ 6000-ഉം ആയിരിക്കും. ഇതോടുകൂടി ഒരു ജേണൽ എൻട്രി അവസാനിച്ചു. രണ്ടാമത്തെ ജേണൽ എൻട്രി: എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ചെയ്തു പോയിട്ടുള്ളത് ഈ രീതിയിലാണ് ക്രെഡിറ്റ് ചെയ്തു പോയിട്ടുള്ളത്. 9600-നെ തുല്യമായ റേഷ്യോയിൽ രണ്ട് പേർക്കും വീതിച്ച് കൊടുത്ത് 4800 വീതം നൽകിയിരുന്നു. ഈ ജേണൽ എൻട്രിയാണ് എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ 4800, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ 4800 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 9600 എന്നുള്ളത്. ഇതേ വർക്ക് തന്നെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിക്കൊണ്ടും ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് എന്ന് നോക്കുക. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് നെറ്റ് എഫക്റ്റ് ഓഫ് ഒമിറ്റിംഗ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഒന്നാമത്തെ ഡീറ്റെയിൽ നൽകുന്നത് എമൗണ്ട് വിച്ച് ഹാവ് ബീൻ ക്രെഡിറ്റഡ് ആസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ട തുകയാണ് ആദ്യം നൽകിയിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത് 3600 എക്കും 6000 ബിക്കും ആയിരിക്കും. ടോട്ടൽ 9600. ബട്ട് എമൗണ്ട് ആക്ച്വലി ക്രെഡിറ്റഡ് ബൈ വേ ഓഫ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. പക്ഷേ യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് 9000 ആണ്. ആ 9000 തുല്യമായി വീതിച്ച് കൊടുത്ത് എക്ക് 4800, ബിക്ക് 4800 എന്നിങ്ങനെയാണ് യഥാർത്ഥത്തിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ട തുകയും നൽകിയിട്ടുണ്ട്, യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ തുകയിൽ നിന്ന് രണ്ടാമത്തെ തുക മൈനസ് ചെയ്യുന്നു. അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടുപിടിക്കുന്നു. ഈ വ്യത്യാസം എക്ക് 3600 ആണ് ലഭിക്കേണ്ടിരുന്നതെങ്കിലും 4800 ലഭിച്ചിട്ടുണ്ട്. അഥവാ 1200 എക്സസ് ആയിരിക്കും, അഥവാ നെഗറ്റീവ് ഫിഗർ ആയിരിക്കും. ബിയുടെ കേസിലാണെങ്കിൽ 6000 ലഭിക്കേണ്ട ബിക്ക് 4800 മാത്രമേ ലഭിച്ചിട്ടുള്ളൂ, അഥവാ 1200 ഷൂട്ടും ആയിരിക്കും. ഇവിടെ എക്സസ് ഉള്ളത് ആരാണോ അയാൾ, ഷോർട്ടുള്ള ആൾ ആരാണോ അവർക്ക് ഇതിൽ കാണുന്ന എമൗണ്ട് നൽകേണ്ടതായിട്ടുണ്ട്. അഥവാ ഇങ്ങനെയായിരിക്കും ജേണൽ എൻട്രി വരുന്നത്: എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എ 1200 എക്സസ് ആയതുകൊണ്ട് തന്നെ അത് ഡെബിറ്റ് ചെയ്യുന്നു. ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബിക്കാണ് നൽകേണ്ടത് 1200, അതുകൊണ്ട് ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ രീതിയിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതിൻ്റെ ഒമിഷൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് മെത്തേഡുകളും, രണ്ടാമത്തെ മെത്തേഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ ഡയറക്റ്റ്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ മെത്തേഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ടുമാണ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രോബ്ലം പരിഗണിക്കാം. പ്രോബ്ലം നമ്പർ 2. The net profit of A, B and C for the year ended 31st March 2016 was rupees 60,000. എ, ബി, സി എന്നീ മൂന്ന് ആളുകളുടെയും നെറ്റ് പ്രോഫിറ്റ് 31st മാർച്ച് 2016 60,000 എന്ന് തന്നിട്ടുണ്ട്. സെയിം വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദം ഇൻ ദ അഗ്രീഡ് റേഷ്യോ ഓഫ് 3:1:1. 3:1:1 എന്ന് പറയുന്ന അനുപാതത്തിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് സബ്സിക്വൻ്റ്ലി ഡിസ്കവേർഡ് that the under mentioned transaction were not recorded in the books. അതിനുശേഷം താഴെ പറയുന്ന ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇവിടെയുള്ള കേസ് ഇതാണ്. നെറ്റ് പ്രോഫിറ്റിനെ 3:1:1 എന്നുള്ള അനുപാതത്തിൽ എ, ബി, സി എന്നിവർക്ക് നേരിട്ട് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല. 1. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 5% PA, 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. 2. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എമൗണ്ടിങ് ടു A 700, B 500 ആൻഡ് C 300. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എക്ക് 700, ബിക്ക് 500, സിക്ക് 300 പരിഗണിച്ചിട്ടില്ല. പാർട്ട്നർ സാലറി എ ₹1000, ബി ₹1500 PA. പാർട്ട്നർ സാലറി എക്ക് 1000, ബിക്ക് 1500 പരിഗണിച്ചിട്ടില്ല. ഇത് ഫുള്ളായിട്ട് പരിഗണിക്കാതെയാണ് 6000 3:1:1 എന്നുള്ള റേഷ്യോയിൽ വീതിച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എ ബി സി 3 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടുകൾ നൽകിയിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എ ₹1 lakh, ബി 80,000, സി 60,000. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി രേഖപ്പെടുത്താനാണ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ മെത്തേഡിലൂടെ ആണ്. അഥവാ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാക്കുകയും ശേഷം അഡ്ജസ്റ്റിംഗ് എൻട്രി തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ശ്രദ്ധിക്കൂ. ഇവിടെ ആദ്യമായി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകുന്നു. നേരത്തെ നമുക്കറിയാം ക്യാപിറ്റൽ നൽകിയത് 1 lakh, 80,000, 60,000 എന്നിങ്ങനെയാണ്. 1 lakhൻ്റെ 5% അഥവാ 5,000, 80,000ൻ്റെ 5% 4,000, 60,000ൻ്റെ 5% 3,000 എന്നിങ്ങനെ ആദ്യമായി എഴുതി വെക്കുന്നു. രണ്ടാമത്തത് സാലറി. എയുടെ സാലറി 1000, ബിയുടെ സാലറി 1500, സിക്ക് സാലറി തന്നിട്ടില്ല. ഈ രണ്ട് എമൗണ്ടുകളും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും എക്ക് 6000, ബിക്ക് 5500, സിക്ക് 3000. ശേഷം ഇതിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ലെസ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയതുകൊണ്ട് ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിരിക്കുന്നു. എ 700, ബി 500 ആൻഡ് സി 300. ഇപ്പോൾ നേരത്തെ ലഭിച്ച എമൗണ്ടിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ലെസ് ചെയ്താൽ എ 5300, ബി 5000, സി 2700 എന്നിങ്ങനെ ലഭിക്കുന്നു. അഥവാ ടോട്ടൽ എമൗണ്ട് 13,000 എന്നാണ് ലഭിക്കുന്നത്. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇവിടെ 60,000 എന്നുള്ളത് ഈ പറയുന്ന 3 ഘടകങ്ങളും പരിഗണിക്കാതെ, അഥവാ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇത് 3ഉം പരിഗണിക്കാതെ നേരെ വീതിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അഥവാ 3:1:1 എന്നുള്ള അനുപാതത്തിൽ എ ബി സി എന്നിവർക്ക് വീതിച്ച് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 13,000 എന്ന് പറയുന്ന ഫിഗറിനെ തീരെ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 60,000ൽ നിന്ന് 13,000 ഒഴിവാക്കിയതിന് ശേഷം 3:1:1 എന്ന് പറയുന്ന അനുപാതത്തിൽ വീതിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് ചെയ്ത് ശ്രദ്ധിക്കൂ. ഇത് ഷെയർ ഓഫ് പ്രോഫിറ്റാണ്. അഥവാ 60,000 മൈനസ് 13,000 അഥവാ 47,000. 3:1:1 ഈ ഷെയർ ഓഫ് പ്രോഫിറ്റിനെ നിലവിലുള്ള എമൗണ്ട് കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അഥവാ 5,300ൻ്റെ കൂടെ 47,000ൻ്റെ 3/5 അഥവാ 28,200, ബിക്ക് 9,400, സിക്ക് 9,400 എന്നിങ്ങനെ ആഡ് ചെയ്യുന്നു. അഥവാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്ക് 33,500, ബി 14,400 ആൻഡ് സി 12,100. ക്രെഡിറ്റ് ചെയ്യേണ്ട തുക ഇത്രയും ആയിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നൽകുന്നു. പ്രോഫിറ്റ് ആൾറെഡി ക്രെഡിറ്റഡ്. 60,000നെ 3:1:1 വീതിച്ചതാണ് ഇവിടെ നൽകുന്നത്. അഥവാ 36,000, 12,000 ആൻഡ് 12,000. ഇവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ട തുകയിൽ നിന്ന് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന തുക മൈനസ് ചെയ്യുന്നു. എ 33,500ൽ നിന്ന് 36,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ -2,500, ബി 2,400 ആൻഡ് സി 100. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. എ 2,500, ബിക്ക് 2,400, സിക്ക് 100 എന്നിങ്ങനെ നൽകേണ്ടതായിട്ടുണ്ട്. അഥവാ ജേണൽ എൻട്രി വരുന്നത് ശ്രദ്ധിക്കൂ. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 2,500. എ ആണ് 2,500 നൽകേണ്ടത്. കാരണം അയാൾ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് അധികമാണ്. അത് നൽകേണ്ടത് ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 2,400 അഥവാ 2,400 ബി ഇപ്പോൾ കുറവാണ്. ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 100. ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയായി നൽകേണ്ടത്.
നമുക്ക് മറ്റൊരു പ്രോബ്ലം കൂടി പരിഗണിക്കാം. ഫോളോയിങ് ഈസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ആൻഡ് ബി ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2 ആസ് ഓൺ 31 ഡിസംബർ 2003. ഇവിടെ എ ബി പാർട്ട്നേഴ്സാണ്. അവരുടെ ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. ഇവിടെ ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. എസ് ക്യാപിറ്റൽ 44,000, ബിസ് ക്യാപിറ്റൽ 24,000, സൺട്രി അസറ്റ്സ് 68,000. പ്രോഫിറ്റ് 60,000 ആണുള്ളത്. വാസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ഇൻ ദ അഗ്രീഡ് റേഷ്യോ. ഇത് അഗ്രീഡ് റേഷ്യോയിൽ വിധിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് 60,000-ന്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ബട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ് അറ്റ് 15% PA were ignored. ഇവിടെ 15%-ൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും നൽകിയിട്ടില്ല. ദ ഡ്രോയിങ്സ് ഓഫ് ദ പാർട്ട്നേഴ്സ് ഹാഡ് ബീൻ ₹3,000 ഡ്രോൺ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. ഡ്രോയിങ്സ് എക്ക് 3,000 ആണുള്ളത്. അത് ഓരോ ക്വാർട്ടറിലുമാണ് ഉള്ളത്. എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടറാണ്. ബി പിൻവലിക്കുന്നത് ₹6,000 തന്നെയാണ്. ഡ്രോൺ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഹാഫ് ഇയർ. ഓരോ ഹാഫ് ഇയറിൻ്റെയും എൻഡിൽ വെച്ചുകൊണ്ടാണ് 6,000 അയാൾ പിൻവലിക്കുന്നത്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് അഡ്ജസ്റ്റിംഗ് എൻട്രി. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റും അഡ്ജസ്റ്റിംഗ് എൻട്രിയും തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യം ഉള്ളത്. ഈ ചോദ്യത്തിലുള്ള ഒന്നാമത്തെ പ്രശ്നം തന്നെ ഇവിടെ തന്നിരിക്കുന്ന ക്യാപിറ്റൽ ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ് എന്നുള്ളത് തന്നെയാണ് വിഷയം. ഇവിടെ 31 ഡിസംബർ 2003 ക്യാപിറ്റലാണ് തന്നത്, അഥവാ ക്ലോസിംഗ് ക്യാപിറ്റലാണ്. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്തുക. വർക്കൗട്ട് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നേരത്തെ പ്രയോഗിച്ച മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്. ക്യാപിറ്റൽ അറ്റ് ദ എൻഡിനോടൊപ്പം ഡ്രോയിങ്സ് ആഡ് ചെയ്ത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ലഭിക്കും. ഇപ്പോൾ എയുടെ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് 20,000 എന്നും ബിയുടെ ക്യാപിറ്റൽ 12,000 എന്നും ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലഭിച്ചിരിക്കുന്ന ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അഥവാ 20,000 മുകളിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 15% കാണുന്നു, അഥവാ 3,000. ബി 12,000 ആണുള്ളത്. അതിൻ്റെ മുകളിൽ 15%, അഥവാ 1,800. ഇപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലഭിച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ലഭിക്കുക എന്നുള്ളതാണ്. എയുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 12,000 ഇൻറ്റു 4/5 ഡിവൈഡഡ് ബൈ 12. ഇവിടെ 4.5 വരാനുള്ള കാരണം ഓരോ ക്വാർട്ടറിൻ്റെയും എൻഡിലാണ് ഇയാൾ പിൻവലിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 4.5 വരുന്നത്. ഇത് നേരത്തെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷന് നമ്മൾ വ്യക്തമാക്കിയതാണ്. ഇൻറ്റു 15/100, അഥവാ 675 എന്ന് ലഭിക്കുന്നു. അടുത്തതായി ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 12,000 ഇൻറ്റു 3/12 ഇൻറ്റു 15/100, അഥവാ 450 എന്നാണ് ലഭിക്കുന്നത്. ഓരോ ഹാഫ് ഇയറിൻ്റെയും എൻഡിലാണ് ഇവർ പിൻവലിക്കുന്നത് എന്നതുകൊണ്ടാണ് ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തതായി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ശ്രദ്ധിക്കൂ. ആദ്യമായി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എ 3,000, ബി 1,800. ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 675, ബി 450. ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 2,325 എക്ക്, ബിക്ക് 1,350. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ 3,675. അടുത്ത സ്റ്റെപ്പ് 60,000 നിന്നും 3,675 കുറക്കുന്നു, അഥവാ 56,325 ലഭിക്കുന്നു. 56,325ൻ്റെ 3:2 എന്ന അനുപാതത്തിലുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു, അഥവാ 33,795 ആൻഡ് 22,530. ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 36,120, 23,880 എന്ന് ലഭിക്കുന്നു. അടുത്തതായി പ്രോഫിറ്റ് ഓൾറെഡി ക്രെഡിറ്റഡ് എന്നുള്ളത് ലെസ് ചെയ്യുന്നു, അഥവാ എ 36,000, ബി 24,000. എക്ക് അപ്പോൾ ലഭിക്കുന്നത് 120 ആണ്, ബിക്ക് -120, അഥവാ എക്സസ് ബിക്കാണ്, എക്ക് 120യുടെ ഷോർട്ടുമാണ്. അതുകൊണ്ട് ജേർണൽ എൻട്രി ഇങ്ങനെയാണ്: ബീസ് ക്യാപിറ്റൽ അക്കൗണ്ടറ്റർ ടു എസ് ക്യാപിറ്റൽ 120 എന്ന് എഴുതാവുന്നതാണ്. ഈ രീതിയിൽ അഡ്ജസ്റ്റിംഗ് എൻട്രി തയ്യാറാക്കിക്കൊണ്ട് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളെ സംബന്ധിച്ചാണ്.
ഇത് പൊതുവെ കുട്ടികൾ ടഫാണ് എന്നതുകൊണ്ട് പഠിക്കാതെ മാറ്റിവെക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. ഇത് ടഫല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ എക്സർസൈസുകളൊക്കെ നന്നായി വർക്കൗട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.